നമസ്കാരം പ്രിയമുള്ളവരെ, ഇത് ഞാൻ നട്ട മൊട്ടക്രോസാണ് കേട്ടോ. ഞാനിപ്പോൾ നട്ടിട്ടൊരു 3 മാസം 2.5-3 മാസം ആവുന്നേ ഉള്ളൂ. കണ്ടോ, അങ്ങനെ ലാസ്റ്റിൽ എൻ്റെ മൊട്ടക്രോസും മുട്ടയിട്ട് തുടങ്ങി. കാണാമല്ലോ. ശൈത്യകാല വിളകളൊക്കെ കൃഷി ചെയ്യുന്ന സീസണാണിപ്പോൾ. അപ്പോൾ ഞാനൊരു ഒക്ടോബർ അവസാനം നവംബർ ആദ്യം നട്ട മൊട്ടക്രോസാണ്. ആദ്യമായിട്ടാണ് ഞാൻ മൊട്ടക്രോസ് നടുന്നത്. പക്ഷേ കുഴപ്പമില്ല. പക്ഷെ നല്ലോണം മണ്ണ് കൂട്ടി കൊടുക്കണം. അടിവളമായിട്ട് ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പ്രത്യേകിച്ചൊന്നും ഇട്ട് കൊടുത്തില്ല. സ്യൂഡോമോണസ് കലക്കി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഫിഷ് അമിനോ ആസിഡ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മൂട്ടിൽ 2 എണ്ണം ആയിപ്പോയി. ഒരു ചെറിയ തൈയായിരുന്നു, ഒരെണ്ണം കിളിക്കത്തില്ലെന്ന് വിചാരിച്ച് നട്ടതാണ്. പക്ഷേ അതും നന്നായിട്ട് കിളിച്ച് നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇത് കോളിഫ്ലവറും നന്നായിട്ട് പൂവൊക്കെ വരുന്നു. ഇങ്ങനെ ഇല ചെറുതായി വരുമ്പോഴാണ് ഇതിന് പൂ വരാൻ തുടങ്ങുന്നതെന്നാണ് പറയുന്നത്. നല്ല ഇലയായിട്ട് നല്ലോണം ഇല നല്ല ആരോഗ്യത്തോടെ വന്നിട്ട് ഇപ്പം ഇല ചെറുതായി വരുന്നു. മുട്ടിട്ട് വരുന്നുണ്ട് ഉള്ളിൽ. അത് ഇപ്പം കാണാൻ പറ്റത്തില്ല. നല്ലോണം പൂവായി വരുമ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാം. കോളിഫ്ലവറെല്ലാം നല്ലോണം പൂവിടാൻ പരുവത്തിനായി വരുന്നുണ്ട്. കോളിഫ്ലവറും നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട്. ഒരു 4 മൂട് കോളിഫ്ലവറും ഒരു 4-5 മൂട് ക്യാബേജുമാണ് നട്ടത്. 4 നല്ലതുപോലെ കിളിക്കുകയും ചെയ്തു, നല്ലതായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. കോളിഫ്ലവർ പൂ വിടാറായി വരുന്നു. അതായത് ഇല ചെറുതായി ഇനി ഉള്ളിലായിട്ട് അവിടെ പൂ വിരിയണം. പൂവാവാനുള്ള ഇതിൽ വരുന്നതേ ഉള്ളത്. ഇത് വേറൊരു മൂടാണ്. എല്ലാം നല്ലതുപോലെ വരുന്നുണ്ട്. ഇനി മൊട്ടക്രോസ് മുട്ടയായെങ്കിലും കോളിഫ്ലവർ പൂവാവുന്നതേ ഉള്ളൂ. ഉള്ളിൽ നിന്ന് ഈ ഇലയൊക്കെ ചെറുതായി വരുന്നതിനനുസരിച്ചാണ് അത് ചെറുതായി ഉള്ളിലോട്ടായിട്ടാണ് അത് പൂവാവുന്നത്. കൂടെ മണ്ണ് കൂട്ടി കൊടുക്കണം. ഇതിന് ചുവട്ടിൽ മണ്ണ് മുകളിലോട്ട് കയറ്റി കൊടുക്കണം. എങ്കിലേ ഇത് വേഗം പൂക്കുകയും കായ്ക്കുകയും ചെയ്യത്തുള്ളൂ. നല്ലോണം പൂ നല്ലതായിട്ട് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങ് തണ്ട് നീണ്ടൊരുമാതിരി ചരിഞ്ഞ് വീണ് പോകും. ഞാനതിനനുസരിച്ച് മണ്ണ് കൂട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം മഞ്ഞൊക്കെയുള്ള ഈ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലെ കാലാവസ്ഥകളിൽ നന്നായി നട്ട് പരിചരിച്ചാൽ ക്യാബേജും കോളിഫ്ലവറും നമ്മുടെ കാലാവസ്ഥയിലും ഉണ്ടാവും.